നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഷുഹൈബ് വധക്കേസിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിയെക്കുറിച്ചാണ്. തുടർച്ചയായ നിയമലംഘനങ്ങൾ ആകാശ് തില്ലങ്കേരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് വയനാട് പനമരത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആകാശ് തില്ലങ്കേരിയും കൂട്ടുകാരിയുമാണ്. അതുമാത്രമല്ല, അത് സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്യുകയും അതിന് വലിയ BGM ഒക്കെ ഇട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. കോടതി അടക്കം സ്വമേധയായ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റാവു, എന്താണ് ഈ ആകാശ് തില്ലങ്കേരിയുടെ പ്രിവിലേജ്? എന്താണ് തുടർച്ചയായി ഇങ്ങനെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ എന്ത് ധൈര്യമാണ് ആകാശ് തില്ലങ്കേരിക്കുള്ളത്? ഈ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ആകാശ് തില്ലങ്കേരി മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. കേരളത്തിലെമ്പാടും പലയിടത്തുനിന്നായി നമ്മൾ ഇത്തരം ട്രാഫിക് നിയമലംഘനങ്ങൾ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ബുള്ളറ്റിൽ കാണുന്നൊരു വാർത്തയാണല്ലോ. മൂന്നാറിൽ ട്രാഫിക് നിയമം ലംഘിച്ചുകൊണ്ട് ആളുകൾ ഷോ ഓഫ് നടത്തും. ആകാശ് ഇത് മാത്രമല്ല. പക്ഷേ ആകാശ് തില്ലങ്കേരി ഇങ്ങനെ ഒരു വലിയ ഷോ ഓഫ് കാണിക്കുമ്പോൾ അയാൾ ഒരു ജീപ്പിൽ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ആക്ട് നടത്തുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര വെല്ലുവിളി സ്വഭാവമുള്ള ഡയലോഗുകളൊക്കെ മിക്സ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ. ഇയാളൊരു സാധാരണ മനുഷ്യനല്ല. അതായത് ഒരു യുവാവിനെ മാരകമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ജാമ്യത്തിൽ പുറത്തുള്ള ആളാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എണ്ണിയെടുക്കാൻ പോയാൽ ഏറ്റവും വലിയ ഗുണ്ടകൾ, ക്രിമിനലുകളിൽ ഒരാളെന്ന നിലയ്ക്ക് എണ്ണാവുന്ന ഒരാളാണ് ആകാശ് തില്ലങ്കേരി. അപ്പോൾ ഷുഹൈബ് എന്ന് പറയുന്ന ഒരു 29 വയസ്സുകാരനെ രാത്രി ഒരു തട്ടുകടയുടെ മുന്നിൽ വെച്ച് പിടിച്ചു നിർത്തി കാല് വലിച്ചു വെച്ച് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞു കൊന്നതാണ്. മൊത്തം 41 വെട്ടുകളാണ് ഷുഹൈബിൻ്റെ ദേഹത്തുള്ളത്. അപ്പോൾ അത്രയും ക്രൂരമായി ഒരു കൊലപാതകം നിർവഹിക്കുകയും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാൾ. പലകുറി അയാൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഞങ്ങൾ നടത്തിയിട്ടുള്ള കൊലപാതകമാണിത് എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ സ്വതന്ത്രനായി ഈ രാജ്യത്ത് വിഹരിക്കുന്നു, നിയമം ലംഘിക്കുന്നു, എന്നിട്ട് വീരവാദങ്ങൾ മുഴക്കുന്നു, അയാൾ സുരക്ഷിതനായിരിക്കുന്നു എന്നതാണ് ആളുകൾക്കുണ്ടാകുന്ന ഞെട്ടൽ. അവിടെ സാധാരണ ഒരു ട്രാഫിക് ഒഫൻസ് എന്ന നിലയ്ക്കല്ല, ഒരു ക്രിമിനൽ ഈ രാജ്യത്ത് ഒരു പ്രത്യേക സംരക്ഷണ കവചത്തിനകത്തൂടെ സഞ്ചരിക്കുന്നു എന്ന പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആകാശ് തില്ലങ്കേരിയെ മാത്രമായി നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെയാണ് ഇവിടുത്തെ റൂളിംഗ് പാർട്ടിയായ CPM ഉത്തരം പറയേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ആകാശ് തില്ലങ്കേരി പലപ്പോഴായി പലതരത്തിലുള്ള സമ്മർദ്ദം CPM മേലെ പോലും ഉണ്ടാക്കിയിട്ടും അയാളെ പൂർണ്ണാർത്ഥത്തിൽ പൂട്ടാൻ CPM പറ്റുന്നില്ല എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ്. ആകാശ് തില്ലങ്കേരി ഈ കൊലപാതകം നടത്തി പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ ഇതിൽ CBI അന്വേഷണം വേണമെന്നവരുടെ കുടുംബം ആവശ്യപ്പെടുകയും സംസ്ഥാന സർക്കാർ ഇതിനെ കർശനമായി എതിർക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടാണ് ഈ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്ന് ഓർക്കണം. അതിൽ എന്താണ്, ഇവിടെ കേസ് വാദിക്കാൻ വേണ്ടി വന്ന മലയാളിയല്ലാത്ത അഭിഭാഷകന് വൻ തുക സർക്കാർ ശമ്പളം കൊടുക്കുന്നു. അത് ഒരുപാട് പൈസ, 1/2 കോടിയിലധികം രൂപ സർക്കാർ ഇതിനു വേണ്ടി തന്നെ ചിലവാക്കിയിട്ടുണ്ട്. അതിൽ വിജയ് ഹൻസാരിക എന്ന് പറഞ്ഞൊരു അഭിഭാഷകന് പൈസ കൊടുക്കുന്നത് നിയമ വകുപ്പ് പോലും അറിയാതെ അതിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പ്രത്യേക ഇടപെടലിലൂടെ അതിവേഗം അയാൾക്ക് പൈസ റിലീസ് ചെയ്യാറ്. അത് വലിയ വിവാദം ഉണ്ടാവുകയും വലിയ വാർത്തയാവുകയൊക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയും താല്പര്യം സർക്കാരിന് തന്നെയുമുള്ള റൂളിംഗ് പാർട്ടിക്കുള്ള ഒരു കേസിലെ ഒന്നാം പ്രതിയാണ് ഇയാൾ. ഇയാൾ പല ഘട്ടത്തിൽ പാർട്ടിയെ ഡിഫൻസിലാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അവർക്കൊരു പൊസിഷൻ എടുക്കാനോ ഇയാളെ പൂട്ടാനോ പറ്റാറില്ല. ഒരു തവണ ഇയാൾ നിരന്തരമായ പ്രശ്നം ഉണ്ടാക്കുകയും കാപ്പ ചുമത്തി ജയിലിലിടുകയും ചെയ്തു. കാപ്പ ചുമത്തി ജയിലിലിട്ടു, അതിനുശേഷം അത് റിലീസ് ചെയ്ത് കൊടുത്തു. വീണ്ടും ഇയാൾ ജയിലിനകത്ത് ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു രാഹുൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ കുടിച്ചു നിർത്തി ഇടിച്ചു കളഞ്ഞു. അടിച്ച ശേഷം അയാൾക്കെതിരെ വീണ്ടും കാപ്പയിട്ടു. കാപ്പ ബോർഡ് ഇയാൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും അയാളെ ഒഴിവാക്കി ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ആ പുറത്തിറങ്ങാനുള്ള കാരണത്തിന് മുന്നിൽ CPM പവറും അധികാരവും പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാപ്പയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെട്ടു, എങ്ങനെ ജയിൽ മുക്തനായി ഇപ്പോൾ പുറത്ത് നടക്കുന്നു. അപ്പോൾ CPM ഇവിടെ ഭരിക്കുമ്പോൾ ഇത്രയും വലിയ ക്രിമിനൽ CPM പ്രവർത്തിക്കുന്ന ഒരാൾ അങ്ങനെ സുഖം വാഴാൻ അവർക്ക് പറ്റുമോ? ഇല്ല. പക്ഷേ ഇയാൾക്ക് എന്തുകൊണ്ട് പറ്റുന്നു? ആ ക്വസ്റ്റിനകത്താണ് CPM ഒരു വിഭാഗം ആളുകളുടെ പ്രധാനപ്പെട്ട അണിയായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ P ജയരാജൻ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ പ്രതിസ്ഥാനത്ത് വരികയോ ഡിഫൻസിലാവുകയോ ചെയ്യുന്ന ഏത് സന്ദർഭത്തിലും അയാൾക്ക് വേണ്ടി ആദ്യം ഇറങ്ങുന്ന ആൾ ആകാശ് തില്ലങ്കേരിയാണ്. ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ P ജയരാജൻ്റെ ശത്രുക്കളെ നിരന്തരമായി വെല്ലുവിളിക്കുന്നത് കാണുന്നു. അപ്പോൾ P ജയരാജന് എന്താണ് ഇയാളുമായിട്ടുള്ള ബന്ധം? ഇയാളുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലം മാത്രമാണ്. ഇയാളൊരു ക്രിമിനലാണ്. അത്തരം ക്രിമിനലുകളെ ഒരു ഘട്ടത്തിൽ കണ്ണൂരിലെ CPM തീറ്റിപ്പോറ്റുകയും അവരെ വിട്ടുകളയാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ ആ പാർട്ടി നിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ CBI അന്വേഷണം പറ്റില്ല സർക്കാർ വാശി പിടിക്കുന്ന കാരണം എന്താണ്? ആകാശ് തില്ലങ്കേരി ഒറ്റയ്ക്ക് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കൃത്യമല്ല ഇത് എന്ന് സർക്കാരിന് നന്നായി അറിയാവുന്നതുകൊണ്ടും CPM അതിൻ്റെ അപകടം മനസ്സിലാവുന്നതുകൊണ്ടുമാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ആകാശ് തില്ലങ്കേരിയെ പോലെ ഒരു ക്രിമിനൽ
കേരളത്തിൽ ഇങ്ങനെ വിഹരിക്കുകയും നമ്മുടെ പൊതുമനസ്സിനെ മുഴുവൻ വെല്ലുവിളിക്കുകയും വലിയ ഗൂണ്ടായുസവും ഹീറോയിസവും കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം CPI എന്ന് പറയുന്ന പാർട്ടിക്കാണ്. എന്ന് മാത്രമല്ല, ഈ വയലൻസിനെ റൊമാൻറ്റിസൈസ് ചെയ്യാമെന്നൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ആളുകളെ കൊല്ലാം. കഴിഞ്ഞ ദിവസം അയാളുടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കുമ്പോൾ അയാൾ കുഞ്ഞിനെ ഓമനിക്കുന്ന ഒരു പാട്ടൊക്കെ ഇട്ടൊരു റീലിട്ടിരിക്കുകയാണ്. പറയിലിന് താഴെ ഷുഹൈബിനെയും ഇങ്ങനെ വളർത്തിയതാണെന്ന് നിനക്ക് ഓർമ്മ വേണം. അപ്പോൾ അയാൾ അതിനൊന്നും നിഷേധിക്കുന്നില്ല. കൊല്ലപ്പെട്ട വേറെ കുറേ CPMമാരുടെ കഥ പറയുകയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ആ കൃത്യം ഞങ്ങൾ നിറവേറ്റിയതാണ് എന്ന് അയാൾ ആവേശത്തോടെ പറയുന്നു. ആ ആവേശത്തിന് 70,000 ആളുകൾ അയാളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. ഫേസ്ബുക്കിലും അയാളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അയാളിടുന്ന ഫോട്ടോകൾക്കൊക്കെ ഭയങ്കരമായ തീ കോരിയിടുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആകാശ് തില്ലങ്കേരി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച ആളാണെന്ന നിലയ്ക്ക് ആകാശ് തില്ലങ്കേരിയെ കൊണ്ടാടുന്ന ഒരു തലമുറയെ CPM ഉണ്ടാക്കി. അപ്പോൾ ആകാശ് തില്ലങ്കേരിയെ ഒറ്റയ്ക്ക് നിലയ്ക്ക് മാത്രം പറിച്ചെടുത്ത് കളയാൻ കഴിയാത്ത വിധം ഒരു മോശം സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംസ്കാരം CPMനകത്ത് നിന്ന് ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ എടുത്തു മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് ദുരന്തം അവർ നിരന്തരമായി അനുഭവിക്കുന്നതാണ് ഏറ്റവും അവസാനം മനു തോമസിൻ്റെ എപ്പിസോഡിൽ വരെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ക്രിമിനലുകൾ നമ്മുടെ മനസാക്ഷിക്ക് മേലെ കീഴ് നൃത്തമാടുന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇവിടുത്തെ റൂളിംഗ് പാർട്ടിക്കാണ്. അവർ പറയട്ടെ അതിന് മറുപടി എന്നാണ്. ഈ തില്ലങ്കേരി എന്ന ഗ്രാമത്തിന് വലിയൊരു ചരിത്രമുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ തില്ലങ്കേരി എന്ന് അറിയപ്പെടുന്നത് ഈ ആകാശിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പോൾ CPMന് പാർട്ടിക്ക് പേടിയാണോ ആകാശിനെ? അല്ല, അത് ഇപ്പം നിഷാദ് അത് വിശദീകരിച്ചല്ലോ. ഇപ്പം തില്ലങ്കേരിയെക്കുറിച്ച് രേഷ്മ പറഞ്ഞോട് പറയുകയാണ്. തില്ലങ്കേരി എന്ന് പറയുന്നത് പാർട്ടിയുടെ ഐക്കണുകളിൽപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ എന്താണ് കാവുമ്പായി, കരിവള്ളൂർ, തില്ലങ്കേരി എന്നൊക്കെ പറയണ മാതിരി. അതേപോലെ വ്യക്തികളെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ AKG, കൃഷ്ണപിള്ള, സഖാവ് അഴീക്കോടൻ എന്നൊക്കെ CPMകാർ അവരുടെ CPMമാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ അവരുടെ ഐക്കണുകളായി കൊണ്ടാടുന്ന പേരുകളാണ്. ഇന്ന് CPMനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുമനസ്സിൽ വരുന്ന ഐക്കണുകൾ ആരൊക്കെയാണ്? അത് ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി, കൊടിസുനി, കിർമാനി മനോജ്, എന്താണ് ട്രൗസർ ഏതോന്ന്, ഇങ്ങനെയുള്ള കുറേ പേരുകളാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് നോക്കൂ, ഇപ്പം എന്താണ് ആകാശ് തില്ലങ്കേരി കേരളീയ സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ എന്താണെന്ന് നിഷാദ് വിശദീകരിച്ചു. ഈ മനുഷ്യന് പല CPM നേതാക്കളെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ. നമ്മൾ മനസ്സിലാക്കണം. അയാളാണ് ഇങ്ങനെ കസർത്ത് നടത്തി വിലസുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവൻ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണെന്ന് വിചാരിക്കാം. ജയിലിനകത്തുള്ള പ്രതികളുണ്ട്. അവർ ജയിലിനകത്ത് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ് കഴിയുന്നത്. എന്തെങ്കിലും കാരണമുണ്ടാക്കി പരോൾ അനുവദിക്കുന്നു. അതിൽപ്പെട്ട ഒരു കക്ഷി ഷാഫി ഈ TP വധക്കേസിലെ പ്രതിയാണ്. പുള്ളി വെള്ളച്ചാട്ടത്തിൽ വന്ന് നീരാടുകയാണ്. അത് റീൽസ് എടുക്കുന്നു, ഇൻസ്റ്റയിലിടുന്നു. ഈ മനുഷ്യൻ്റെ കല്യാണത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനായിട്ട് ആരെയാണ് നമ്മൾ കാണുന്നത്? ഷംസീർ എന്ന് പറയുന്ന CPM നേതാവിനെ. ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ നിയമസഭാ സ്പീക്കറാണ്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ കൊടും ക്രിമിനലിൻ്റെ കല്യാണത്തിന് നടത്തിപ്പുകാരനായിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുന്ന മനുഷ്യൻ ഇന്ന് നിയമസഭയുടെ സ്പീക്കറാണ്. ഇന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്രിമിനലിസത്തെയും ക്രിമിനലുകളെയും കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ഇവൻ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് ഓടിക്കുകയാണ്. അതിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ. അപ്പം വളരെ നിസ്സാരമായ ട്രാഫിക് ഒഫൻസുകളുടെ പേരിൽ സടകുടഞ്ഞെഴുന്നേറ്റ് നടപടിയെടുക്കുന്നതിൽ പ്രസിദ്ധരാണ് കേരളത്തിലെ MVDക്കാർ. ഈ സംഭവം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ തന്നെ നിസ്സാരമായ ഒഫൻസ് അല്ല. ഇന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് അങ്ങനെ കാണാൻ പോലും പാടില്ല എന്നുള്ളതാണ്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു വാഹനം റോഡിലിറങ്ങാൻ തന്നെ പാടില്ല. അങ്ങനെ ഉള്ള ഇതിലാണ് ഇവൻ ഈ വണ്ടി ഓടിക്കുന്നു. 16 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നു. അത് ഈ പറഞ്ഞ മാതിരി BGM ഇട്ട് ഇൻസ്റ്റയിലിടുന്നു. എന്നിട്ട് 16 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 16 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇൻസ്റ്റയിൽ വന്നതിന് ശേഷം 16 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ വാർത്ത റിപ്പോർട്ട്. എന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്, എന്താണ് ഫർസീൻ എന്ന് പറയുന്ന ഫർസീൻ മജീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എൻഫോഴ്സ്മെൻറ്റ് RTOക്ക് പരാതി കൊടുക്കുകയാണ്. അനങ്ങുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് മാനന്തവാടി RTOക്ക് ജോയിൻ്റ് RTOക്കോ മറ്റോ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും എക്സ്പ്ലിസിറ്റായുള്ള ഒരു ഒഫൻസ് നടത്തിയിട്ട് അത് ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റയിലിട്ട് 16 മണിക്കൂർ കഴിഞ്ഞൊരു മാധ്യമ സ്ഥാപനം അത് വാർത്തയാക്കി. എന്നിട്ടൊന്നും MVDയുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. പിന്നീട് ഒരു പരാതി, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒരു പരാതി കൊടുത്തതിന് ശേഷമാണ് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കീഴുദ്യോഗസ്ഥന് നോട്ട് പോകുന്നത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശ് തില്ലങ്കേരിയെ അങ്ങനെ തൊടാൻ പറ്റില്ല. ആകാശ് തില്ലങ്കേരിയെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും പിടിക്കുന്ന പോലെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച കേരളം ചർച്ച ചെയ്ത ട്രാഫിക് ഒഫൻസ് ഉണ്ട്. ആ വണ്ടിയിൽ കുളം ഉണ്ടാക്കിയ ഒരാൾ, അയാൾക്ക് എന്തെല്ലാം ശിക്ഷ കൊടുത്തു. ട്രെയിനിങ് സെൻറ്റർ, ഡ്രൈവേഴ്സ് ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് പരിശീലനം പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ശിക്ഷയായിട്ട് കൊടുത്തു. ഒടുവിൽ ആജീവാനന്ദ ലൈസൻസ് വിലക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇവിടെ ആകാശ് തില്ലങ്കേരി ഇങ്ങനെ ചെയ്യുമ്പോൾ MVDയും മുട്ട പറച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് നേരത്തെ സാധാരണ മനുഷ്യരല്ല, ഇവർ VIPs ആണ്. ഇത്തരം ക്രിമിനൽ VIPs, സംരക്ഷിക്കപ്പെടുന്ന ക്രിമിനൽ VIPസിനെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ തെരുവുകൾ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലൊരു കക്ഷി, തീക്കാറ്റ് സാജൻ എൻ്റെ കുട്ടികളെ വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ബോംബിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഒരു പൊതു അവസ്ഥ മാറുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പലതരത്തിലുള്ള ആത്മവിമർശനങ്ങൾ, സ്വയം വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നിലയിലുള്ള ക്രിമിനലുകൾ ഈ അങ്ങേയറ്റം എന്താണ് താരപരിവേഷത്തോടു കൂടി സമൂഹ മധ്യത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയും അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്നുള്ളത് വരുന്നത്. അത് പാർട്ടിയെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരം VIP ക്രിമിനലുകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ സർക്കാരിന് ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. CPMന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് സമൂഹം ചോദിക്കും, ആളുകളൊക്കെ കാണുന്നുണ്ട്.